നമുക്കൊക്കെ അറിയാവുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി സിനിമയെ ഒരു മാധ്യമമായിട്ട് സാർ ഉപയോഗിച്ചു. നിൻപൊളി തന്നെയാണ്, വേറെ ആളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. സിനിമ കാണാൻ വേണ്ടി ബിക്കോസ് നിവിൻ്റെ പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫുൾ തിങ് ഇസ് ദെയർ ഇൻ ദ സിനിമ. എന്നോട് എൻ്റെ ക്യാരക്ടറെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ഇൻസിഡൻസും തന്നിട്ടുള്ളൂ. കഥ മൊത്തം എനിക്ക് തന്നിട്ടില്ല. കഥാപാത്രം മാത്രം പറഞ്ഞു, കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇൻസിഡൻസ് എല്ലാം വളരെ രസമായിട്ട് എനിക്ക് വിശദീകരിച്ചു തന്നു. ഇതിങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പിടിച്ചാൽ മതി, അതായത് ഞാൻ പിടിച്ചു എന്ന് എനിക്ക് തോന്നണം. കൂടെ ആദ്യമായിട്ടാണ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സിമ്പിളാണ്, ഭയങ്കര സുഖമായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനി. ഒപ്പം ചെയ്യാനായിട്ട് സിനിമ അഭിനയിച്ചപ്പോൾ തന്നെ നമുക്ക് ഫുൾ ടൈം തുടങ്ങി തീരണം വരെ ഭയങ്കര കംഫർട്ടായി. പലരും ലാലേട്ടനുമായിട്ടൊരു കമ്പാരിസൺ ലാലേട്ടൻ ഒരു ഈസിനെസ് നിവിൻപോളിയിൽ കാണുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. നിൻപൊളി തന്നെയാണ്, വേറെ ആളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്യാത്തതൊക്കെ പോലീസ് വിഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നല്ലൊരു ഹെവി ഡ്യൂട്ടി പരിപാടിയായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ ഒബ്വിയസ്ലി വന്നിട്ട് സിനിമ കാണാം. ബിക്കോസ് ഇതൊരു പൊളിറ്റിക്കൽ ഫാമിലിയുള്ളൊരു ഡ്രാമയും ഒരു ഫാമിലിയിലുള്ളൊരു ഡ്രാമ എല്ലാത്തിൻ്റെ ഒരു മിക്സ് മാച്ച് ഉള്ളൊരു സംഭവമാണ്. അഗൈൻ നിവിൻ്റെ വണ്ടർഫുൾ പെർഫോമൻസ് കാണാം. എല്ലാവരുടെയും നല്ല പെർഫോമൻസസ് കാണാം. ഐ ഹോപ്പ് എവരിബഡി കംസ് ടു തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്തൊരു ആളുടെ കൂടെ ആയിരുന്നു ഞാൻ ഫ്രെയിം ഷെയർ ചെയ്തില്ലെങ്കിൽ കൂടെ എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് പോലും കിട്ടിയത്. സൂപ്പർ ഹാപ്പി സാറിന് അത്ര വയ്യായിട്ടും സാർ അവിടെ ഉണ്ടായിരുന്നത് വാസ് ലൈക്ക് ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിംഗ്. എനിക്ക് ആക്ച്വലി സിനിമ ഇഷ്ടമായി. ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി ബിക്കോസ് നിവിൻ്റെ പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫുൾ തിങ് ഇസ് ദെയർ ഇൻ ദ സിനിമ. അത് പറയുന്ന പോലെ ഇതൊരു ഫാമിലി പൊളിറ്റിക്കൽ ഡ്രാമ ആയതുകൊണ്ടും നിവൻ ഹാസ് ഡൺ ആൻ ഇൻക്രെഡിബിൾ ജോബ് ഇൻ ദിസ്. എൻ്റെ ഒബ്വിയസ്ലി എല്ലാവരും നമുക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. വളരെ സന്തോഷം ചേട്ടാ, ഞാൻ ഇതുവരെ ഫുൾ സ്ട്രെച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. അത് പ്രേക്ഷകരിലേക്കും കൂടി എത്തി അവരും കൂടി ആ സ്നേഹം തരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ജേണി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഇത് കാണുന്ന പ്രേക്ഷകരും കൂടെ ഹാപ്പി ആകുമ്പോഴേ ഈ ഒരു ജേണി കംപ്ലീറ്റ് ആവുള്ളൂ. ഇതുവരെയുള്ള എല്ലാ മൊമെൻറ്റ്സിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ബ്രേക്ക് ചെയ്തൊരു സാധനമുണ്ട്. മറ്റേ ഷൂട്ട് നടക്കാനിടയ്ക്ക് ഞാൻ ഗ്രീൻ സിഗ്നലിൻ്റെ സമയത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്തു. ആക്ച്വലി എല്ലാവരും വിചാരിച്ച് തീർന്നു എൻ്റെ കാര്യം, കാരണം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അത്രയും തിരക്കല്ലേ. അങ്ങനെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഉണ്ട് ഓർത്തെടുക്കാനായിട്ട്. അങ്ങനെ അല്ലാതെ എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി സാർ ഒരു 10 ദിവസം മുന്നേ തന്നെ സാറിൻ്റെ ഓഫീസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ചേട്ടന്മാരുടെ കൂടെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവരായിട്ട് കംഫർട്ടബിളായി. ഷൂട്ടിംഗ് സെറ്റിൽ എത്തുമ്പോൾ സമയത്ത് തന്നെ എല്ലാവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബോണ്ട് തന്നെയാണ് സിനിമയിലും റിഫ്ലക്റ്റ് ചെയ്യണത്. ഈ ഒരു സിനിമയിൽ ഇന്നത്തെ കാലത്തേലും കുറച്ച് നടന്ന കാര്യമുണ്ട്. ഹീറോയിൽ പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സിനിമകളിൽ അഭിനയിക്കണം ഒരു ടെൻഷനുണ്ട്. കാരണം എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് വരും, അങ്ങനെ ഒരു ടെൻഷൻ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ആക്ച്വലി ഉണ്ടായിരുന്നില്ല ചേട്ടാ. കാരണം ഒന്ന്, ഇവരാണ് എന്നെ സെലക്ട് ചെയ്യണത്, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സിനിമയല്ല ഇത്. അതായത് ഓഡീഷൻ വഴി സാറാണ് എന്നെ സെലക്ട് ചെയ്യണത്. 2 സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് സാർ ഇതിലൊരു ആരെയും ഹാം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി സിനിമയെ ഒരു മാധ്യമമായിട്ട് സാർ ഉപയോഗിച്ചു. അതിലും ഫിക്ഷനാണ് ഇത് മെയിൻലി. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കുറേ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇത് ഫിക്ഷനായിട്ടല്ലേ തോന്നിയത്.